നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ചെസ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും വലിയ വാർത്തകളിലൊന്നായിരുന്നു ഒരു 3ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ 9 വയസ്സുള്ളൊരു കുട്ടി മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചു എന്നത്. ഈ വാർത്ത പല മാധ്യമങ്ങളും പല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇത് chess.com നടന്ന ഒരു ബുള്ളറ്റ് ടൂർണമെൻ്റ് ആണ്. ഈ ഗെയിമിൽ മുക്ത വൈറ്റ് സൈഡും കാൾസൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. അലൈക്കൻ ഡിഫൻസ് ആണ്. വൈറ്റ് E5 ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ B6 മൂവ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത പോണിനെ കൂടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. C4 മൂവ് ചെയ്തുകൊണ്ട് സെൻറ്ററിലെ കൺട്രോൾ പൂർണ്ണമായും നേടിയെടുക്കുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ അടുത്ത നൈറ്റിനെ കൂടെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് D5 സ്കോറിലേക്ക് ഒരു കൺട്രോളൂടെ കൊണ്ടുവരുന്നതായിരുന്നു വൈറ്റിൻ്റെ മെയിൻ മൂവ്. ആ സമയത്ത് ബ്ലാക്ക് പോണ വെച്ച് പോണിട്ടാലും D5 ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം. നൈറ്റ് അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ നൈറ്റ് വെച്ച് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുകയും ചെയ്യാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. അഡ്വാൻസ് ആയിട്ട് ആ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ്. D5 ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ കാൾസന് ഒരു പോൺ ലാഭം നേടിയെടുക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. നൈറ്റ് വെച്ച് E5 പോണായിട്ട് എടുക്കുന്നു. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്കുമാണ്. വൈറ്റ് ആ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് വെച്ച് നൈറ്റ് ഒട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. ഇവിടെ വൈറ്റ് അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ എന്തായാലും ഒരു പോൺ ലാഭം കിട്ടിയിട്ടുണ്ട്. കാൾസന് ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. E6 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ആ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ഈ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. C5 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ഇതൊരു മോശം മൂവാണ്. കാരണം ഇപ്പോൾ ആ സ്കോറിലേക്ക് ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് കൺട്രോൾ ഉണ്ട്. ഇതൊരു ബുള്ളറ്റ് ഗെയിം ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം സ്വാഭാവികമാണ്. ഇപ്പോൾ 5 സെക്കൻഡിനുള്ളിലാണ് ഇത്രയും മൂവുകൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ കാൾസൺ ഇപ്പോൾ ആ പോണിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം പരമാവധി പീസുകളെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് D5 പോൺ ഇട്ടുകൊണ്ട് വീണ്ടും ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് വീണ്ടും ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റ് വെച്ച് നൈറ്റ് നോട്ടൊന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചുവിട്ടുന്നു. ഇവിടെ ഇപ്പോൾ പോൺ വെച്ച് വിട്ടുന്നതിന് പകരം ക്വീൻ വെച്ചാണ് തിരിച്ചുവിട്ടെങ്കിൽ വൈറ്റിന് ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ചിന് മുമ്പായിട്ട് തന്നെ ബിഷപ്പ് വെച്ച് ഈ പോണിന് സപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഈ പോൺ ഇവിടേക്ക് വന്നത് കാരണം ഇപ്പോൾ ബിഷപ്പ് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ പോൺ വെച്ച് ബിഷപ്പിനെതിരെ വീണ്ടും അറ്റാക്ക് വരും. ഇപ്പോൾ B4 ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അടുത്ത് A5 ചെയ്തുകൊണ്ട് ഈ പോണിനെ എടുത്ത് ഒഴിവാക്കിയ ശേഷം ആ പോണിനെ നേടിയെടുക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് വൈറ്റും ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം വേഗത്തിൽ ഇവിടെ കാസലിംഗ് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ E2 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിനെ ഇപ്പോൾ വേണമെങ്കിലും ബിഷപ്പ് വെച്ച് ആ പോണിനെ എടുക്കാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോഴും അത് ചെയ്യുന്നില്ല. പകരം C6 ചെയ്തുകൊണ്ട് ക്വീൻ്റെ ഡയഗണലിൽ കൂടെ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസലിംഗ് ചെയ്ത ശേഷം ബിഷപ്പ് വെച്ച് പോണെടുക്കുന്നു. ഇതോടെ കാൾസന് പൂർണ്ണമായും 3 പോണുകൾ ലാഭം കിട്ടിയിട്ടുണ്ട്. കാൾസനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഗെയിം വിജയിക്കുക എന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് ഈ ഡയഗണലിലേക്ക് ഒരു കൺട്രോൾ ഉണ്ട്. വൈറ്റ് ഇവിടെ ഈ F5 ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു അറ്റാക്കിനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം കിങ്ങിനെ ഈ ഡയഗണലിൽ നിന്ന് മാറ്റിയാണ് കിങ്ങിനെ H1 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് കിങ്സിലേക്ക് കാസലിംഗ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് F4 മൂവ് ചെയ്തുകൊണ്ട് E5 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ആ പോണിനെ തിരിച്ചൊട്ടിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാമെന്നാണ് ഇവിടെ വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം E4 മൂവ് ചെയ്യുന്നു. ഇതോടെ സെൻറ്ററിലേക്കുള്ള ബ്ലാക്കിൻ്റെ പോൺ സ്ട്രക്ചർ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. വൈറ്റ് F പോൺ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. F5 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് വേഗം തന്നെ F6 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബിഷപ്പുകളെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യം E2 ബിഷപ്പിനെ G4 കൊണ്ടുവരുന്നു. ബ്ലാക്ക് റൂക്കിനെ E8 കൊണ്ടുവന്ന ശേഷം അടുത്ത ബിഷപ്പിനെ കൂടെ F4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ബ്ലാക്ക് വേഗം തന്നെ ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ D6 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിൻ്റെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ E3 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ B2 പോണിന് യാതൊരു സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. ബ്ലാക്ക് ബിഷപ്പിനെ E5 കൊണ്ടുവന്ന് ആ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ D4 മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഈ ബിഷപ്പോട് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ക്വീനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്.
ക്വീനെ D6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം H2 സ്ക്വയറിലേക്ക് സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കും കൊടുക്കുന്നു. ഇവിടെ വൈറ്റിന്റെ എക്സ്ചേഞ്ചിലേക്കിനപ്പോഴാണ് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ആ ബിഷപ്പിനെ തിരിച്ചെടുക്കുന്നതിനായിട്ട് ബ്ലാക്കിന് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ പോൺ വെച്ച് വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ ക്വീന് വെച്ച് വെട്ടാം, അതുമല്ലെങ്കിൽ റൂക്ക് വെച്ച് വെട്ടിയെടുക്കാം. ഇവിടെ ഇപ്പോൾ എങ്ങനെ തിരിച്ചു വിട്ടാലും യാതൊരു പ്രശ്നമില്ല, കാരണം ഗെയിം പൂർണ്ണമായും ഇപ്പോൾ ബ്ലാക്കിൻ്റെ കൺട്രോളിലാണ്. എന്നാൽ ഇവിടെയാണ് ഗെയിമിൻ്റെ ടേണിംഗ് പോയിന്റ്. കാൾസൺ ഇവിടെ ക്വീന് വെച്ചാണ് ബിഷപ്പിനെ വെട്ടാൻ പോകുന്നത്. ഇതൊരു ഓൺലൈൻ ഗെയിമാണ്. ക്വീന് വെച്ച് ഇങ്ങനെ തിരിച്ചു വിട്ടിയപ്പോൾ ക്വീനെ E5ലേക്ക് വരുന്നതിന് പകരം E6ലേക്കാണ് വന്നത്. അവിടെ മൗസ് സ്ലിപ്പായത് തന്നെയാവും കാരണം, അല്ലാതെ ഈ പൊസിഷനിൽ ഒരിക്കലും ഇങ്ങനൊരു മൂവ് കാൾസൻ്റെ ഭാഗത്തുനിന്ന് വരില്ല. എന്തായാലും ഈ മൂവോടുകൂടി കാൾസൺ ഇവിടെ ക്വീൻ നഷ്ടപ്പെടുകയാണ്. വൈറ്റ് പോൺ വെച്ച് ക്വീനെ എടുക്കുന്നു. ഇങ്ങനൊരു പൊസിഷനിൽ ബ്ലെൻഡറിലൂടെ ക്വീൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു പ്ലെയർ ആയാലും ഗെയിം റിസൈൻ ചെയ്യുകയാണ് പതിവ്. എന്നാൽ കാൾസൺ റിസൈൻ ചെയ്യുന്നില്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോയാണ്. പോൺ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇപ്പോൾ ഈ E6ലെ പോണിനെതിരെ ബ്ലാക്കിന് 2 പീസിൽ വെച്ച് അറ്റാക്കുണ്ട്. വൈറ്റ് ക്വീനെ E2ലേക്ക് മൂവ് ചെയ്ത ശേഷം ബ്ലാക്ക് ആ പോണിനെ കൂടെ എടുക്കുകയാണ്. ബിഷപ്പ് വെച്ച് പോൺ എടുക്കുന്നു. ഇവിടെ എന്തായാലും വൈറ്റിന് ഒരു ക്വീൻ പൂർണ്ണമായും ലാഭമുള്ളതുകൊണ്ട് വൈറ്റ് ആ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു, ബ്ലാക്ക് റൂക്ക് പോയി തിരിച്ചിട്ടുന്നു. ഇവിടെ വൈറ്റ് ക്വീനെ G4ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് അടുത്ത റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റും റൂക്കിനെ F2ലേക്ക് കൊണ്ടുവന്നിട്ട് ഈ റൂക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് E3 മൂവ് കൊണ്ട് ആ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ അവസരം കിട്ടും. അതുകൊണ്ട് വൈറ്റ് ആദ്യം അടുത്ത റൂക്കിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് E3 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് G6 മൂവ് ചെയ്യുന്നു. അതിനുശേഷം റൂക്കിനെ F2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F1 സ്ക്വയർ കൂടെ ഫ്രീ ആക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ F1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് 2 റൂക്കുകളെയും ഒരേ ഫെയിലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്ക് F7ലേക്ക് ഒന്ന് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് റൂക്കിനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീനെ കൂടെ ആ ഡയഗണലിലേക്ക് കൊണ്ടുവരികയാണ്. ക്വീനെ G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ റൂക്കിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീന് ഈ ഡയഗണലിലേക്കും കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോൺ വെച്ച് ഈ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കാൾസൺ D4 മൂവ് ചെയ്തുകൊണ്ട് E3ലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റിന് വളരെ വേഗത്തിൽ വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ വേണമെങ്കിൽ റൂക്കിനെ F8ലേക്ക് കൊണ്ടുവന്ന് ഈ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനിട്ടാണെങ്കിൽ ക്വീന് വെച്ച് അടുത്ത റൂക്കിനിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കിങ്ങിന് ഇങ്ങോട്ടേക്കും പോകണമെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അല്ലാതെ H6ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് വെച്ചോ ക്വീന് വെച്ചോ റൂക്കിനോട്ട് എടുത്ത ശേഷം വൈറ്റിന് വളരെ വേഗത്തിൽ വിജയിക്കാൻ കഴിയും. എന്നാൽ വൈറ്റ് ഇപ്പോൾ അങ്ങനെ അറ്റാക്കിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ F6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 2 സ്ക്വയറുകളേ ഉള്ളൂ. ഒന്നുകിൽ G8ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ H6ലേക്ക് മൂവ് ചെയ്യാം. H6ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു റൂക്കിന് സാക്രിഫൈസ് ഉണ്ടായാലും അടുത്ത റൂക്കിനെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വളരെ വേഗത്തിൽ വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ G8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ യാതൊരു സ്ക്വയറും ഇല്ല. വൈറ്റ് വേഗം ഈ G5 കൂടെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H4 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് E3 മൂവ് കൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് റൂക്കിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോഴും സെൻറ്ററിലെ ബ്ലാക്കിൻ്റെ പോണുകൾ വളരെ സ്ട്രോങ് ആണ്. ബ്ലാക്ക് അടുത്തൊരു പോണിനെ കൂടെ മുന്നോട്ട് കൊണ്ടുവരാണ്. C5 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ തന്നെ മുന്നോട്ട് പോയാണ്. H5 മൂവ് ചെയ്തുകൊണ്ട് G6ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഇതോടെ വൈറ്റ് പ്ലാൻ ചെയ്തപോലെ തന്നെ ഈ G5 ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. വൈറ്റ് വേഗം ആ അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ F3ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുകയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ചെയ്യുകയാണ് ദശം. അതുകൊണ്ട് റൂക്ക് G3ലേക്ക് എന്നുള്ള ചെക്ക് തടയാൻ ശ്രമിക്കുകയാണ്. H4 മൂവ് ചെയ്തുകൊണ്ട് G3 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റിന് വേണമെങ്കിൽ ഇപ്പോൾ ക്വീൻ വെച്ച് ആ പോണിനെ വെട്ടി മാറ്റാം. എന്നാൽ വൈറ്റ് അത് ചെയ്യുന്നില്ല. ഇതേ അറ്റാക്ക് തന്നെ മറ്റൊരു രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ F5ലേക്ക് കൊണ്ടുവരുന്നു. ഇനി നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ H6 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് ഇങ്ങനൊരു ചെക്ക് വരും. അതുകൊണ്ട് ഇപ്പോൾ H6 മൂവ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ G7ലേക്ക് കൊണ്ടുവന്ന് അഡ്വാൻസ് ആയിട്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാണ്. റൂക്കിനെ G5ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ വീണ്ടും ഒരു മീറ്റിംഗ് ഫിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനിട്ടുന്നു. വൈറ്റ് ക്വീനെ വെച്ച് തിരിച്ചിട്ടുന്നു. ഇപ്പോൾ ചെക്കാണ്. ഇവിടെ ഇപ്പോഴും ബ്ലാക്ക് തോൽവി സമ്മതിക്കാതെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ബ്ലാക്കിനുള്ള ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പോണുകളാണ്. ബുള്ളറ്റ് ഗെയിം ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ചെറിയ ചാൻസ് കിട്ടണമെങ്കിൽ ഗെയിമിലേക്ക് തിരിച്ചു വരാനും ഈ പോണുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗെയിം വിജയിക്കാനും കാൾസിന് കഴിയും.
എന്നാൽ വൈറ്റ് ഇവിടെ അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നില്ല. തുടർച്ചയായിട്ടുള്ള ചെക്കുകൾ കൊടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ഓരോ പോണുകളെയും നേടിയെടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. കിങ്ങിന് D3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വളരെ മികച്ചൊരു ടാക്ടിക് ഉപയോഗിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്കിന് ഇപ്പോഴും പ്രതീക്ഷ നൽകുന്നത് ഈ സെൻറ്ററിലെ പോണുകളും ആ പോണുകൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഈ റൂക്കുമാണ്. ഇവിടെ ഇപ്പോൾ ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞാൽ വൈറ്റിന് ഈസി ആയിട്ട് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ ഒരു റൂക്ക് എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്ക് ഉപയോഗിച്ച് E3ലെ പോൺ എടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് റൂക്കിനെ എടുക്കുന്നു. ഈ സമയത്ത് ക്വീനെ D1ലേക്ക് ഉണ്ടെന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് നഷ്ടപ്പെട്ട റൂക്കിനെ തിരിച്ചെടുക്കുന്നു. ബ്ലാക്ക് ഇവിടെ അവസാനത്തെ പ്രതീക്ഷയായ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. E2 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ മുന്നോട്ടുകൊണ്ടുവരുന്നു. ഇപ്പോൾ D1 സ്കോറിലേക്ക് പോണിനെ കണ്ടുള്ളതുകൊണ്ട് ക്വീൻ അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. ഇനി അടുത്ത മൂവിൽ ഒരു ചെക്കോട് കൂടി പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ കൃത്യസമയത്ത് വൈറ്റിൻ്റെ ക്വീൻ തിരിച്ചു വരികയാണ്. ക്വീൻ D2ലേക്ക് വന്ന് ആ പോണെതിരെ അറ്റാക്ക് വന്നതോടെ കാൾസൺ തോൽവി സമ്മതിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ G2ലെ പോൺ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ പോലും ബ്ലാക്കിന് കിങ് വെച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. ഈ ഗെയിമിൽ കാൾസന്റെ തോൽവിക്ക് കാരണം അബദ്ധത്തിൽ ക്വീൻ നഷ്ടപ്പെട്ടതാണെങ്കിലും തോൽവി തന്നെയാണ്. ക്വീൻ നഷ്ടപ്പെട്ട ശേഷവും കാൾസൺ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചത്. എതിരെ കളിച്ചത് ഒരു 9 വയസ്സുകാരനായതുകൊണ്ടാണ് ഈ ഗെയിം ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടത്. എന്നാൽ അത് ഒഫീഷ്യലി അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഫിഡെ മാസ്റ്ററായ തൻ്റെ കോച്ചിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മുക്ത ഈ ഗെയിം കളിച്ചിരിക്കുന്നത്.